കേരള സ്റ്റോറി 2 അപരാധം പറച്ചിൽ രണ്ടാം ഭാഗം. സോ കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ അങ്ങനെ വന്നിട്ടുണ്ട്. ആ സെപ്റ്റിക് ടാഗ് ഒന്നും ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കില്ല, ആസ് ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഓൾ ദോസ് ഷിറ്റ്സ് ഹിയർ. ബേസ്ഡ് ഓൺ മെനി ട്രൂ ഇവന്റ്സ് ആണ്. സിംഗിൾ ഓംപ്ലേറ്റ്, ഡബിൾ ഓംപ്ലേറ്റ് ഒന്നും അല്ല, മെനി ട്രൂ ഇവന്റ്സ് ആണ്. പട്ടിണി കിടന്ന് ചത്താലും ബീഫ് കഴിക്കില്ല എന്ന് പറയുന്ന കൊച്ചിന്റെ അണ്ണാക്കിലോട്ട് ബീഫ് തിരികെ കൊടുക്കണം, അത് കേരളത്തിൽ. വാവ് വാവ് വാവ്. സി ഈ പെട്ട തേങ്ങയ്ക്കൊക്കെ ആരാണ് സെൻസർഷിപ്പ് കൊടുത്തത്? ഇൻ ഇന്ത്യ, ജസ്റ്റ് ലൈക്ക് സിനിമാസ്, ട്രെയിലേഴ്സ് ആർ ഓൾസോ സെൻസേർഡ്. ജനനായകൻ സിനിമയ്ക്ക് സെൻസർഷിപ്പ് കൊടുക്കാൻ പറ്റൂല. റിലീജിയസ് എലമെന്റ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ എലമെന്റ്സ് ഉണ്ട്. ഷെയ്ൻ നിഗത്തിന്റെ ഹാല് പറഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് ഈ ഇടയ്ക്ക് എന്തൊക്കെയോ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരു സീന് മാറ്റണം, അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. അവരൊക്കെ എവിടെ പോയി ഇപ്പോ? മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമയിൽ ഒരു ക്യാരക്ടറിന്റെ പേര് ചൊല്ലിയിട്ട് വരെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ എവിടെ പോയി? ലാലേട്ടൻ രാവണപ്രഭു സിനിമയിൽ പറയുന്ന പോലെ ഹാവ് എ ടീ ബ്രേക്ക്, ചായ കുടിക്കാൻ പോയോ? അയ്യേ. സി, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇറ്റ്സ് നോട്ട് കേരള, ഇറ്റ്സ് നെവർ കേരള. കേരളം അതിന്റെ 7 പോലും ഇല്ല. അറിയാത്തവര് ഗൂഗിൾ ഏച്ചിയോട് ചോദിച്ചാൽ മതി. If you are against such a particular thing, then why do you export that? എന്തിനാ നിങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യണോ? രണ്ട് വഞ്ചിലും കൂടി കാലി വെച്ചാൽ ബുദ്ധിമുട്ടാവും ലാസ്റ്റ്. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ലിറ്ററസി കിട്ടിയത് ഈ മറ്റേ റെയിൽവേ പാളത്തിൽ നിരത്തി തൂറി വെച്ചിട്ടല്ല, പഠിച്ചിട്ടാണ്. വി ആർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. യു കാൻ ബ്രേക്ക് അവർ ട്രസ്റ്റ് ഈസിലി. വി ലെറ്റ് പീപ്പിൾ ഈറ്റ് വാട്ട് ദേ വാണ്ട്. വി ലെറ്റ് പീപ്പിൾ ലീവ് ദ വേ ദേ വാണ്ട്. അല്ലാതെ ഇജാതി പ്രൊപ്പഗണ്ട പെട്ടത്തേങ്ങയും വെച്ച് വന്നാലൊന്നും ഇവിടെ വേവൂല സാർ. ആൻഡ് ഇതിൽ അഭിനയിക്കുന്നവരാണ് അതിലേറെ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ബേസ്ഡ് ഓൺ മെനി ട്രൂ ഇവന്റ്സ് ആണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാ അതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയുണ്ട്? കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ കോൺട്രവേഴ്സി ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. എന്നിട്ടും ഇതിൽ കയറി അഭിനയിച്ചവര്, യു ഗായ്സ് ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ്. ഈ മറ്റേ തൊഴിലുറപ്പിന് പോണ ചേച്ചിമാരല്ലോ, പോയിട്ട് ഒരു പണി എടുക്കാതെ അപ്പുറത്തവന്റെ ഏഷണിയും പറഞ്ഞിരിക്കുന്ന ചേച്ചിമാർക്ക് ഇതിലേറെ അഭിമാനമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റീസിൽ ജെൻഡർ ഈക്വാലിറ്റി, മെൻ ആൻഡ് വിമൻ ബോത്ത് ആർ ട്രീറ്റഡ് ഈക്വലി. ആ ഒരു സെനാരിയോയിലാണ് ഇവർ ഒരു സ്റ്റേറ്റ്, ഇന്ത്യത്തെ ഒരു സ്റ്റേറ്റിനോട് ഇത്രയും ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് എത്രത്തോളം പോയിസൺ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ ഇൻസിഡൻസ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എത്ര പേര് അത് വിശ്വസിക്കേണ്ടതെന്ന് അറിയോ? കേരളത്തിൽ ഒരു ആന ചെരിഞ്ഞാലോ ഏതെങ്കിലും ഒരു മൃഗം മരിച്ചാലോ ഈ ഒരു ടോപ്പിക്കും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അത്രത്തോളം ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആ പരിപ്പ് വേവൂല. ഇന്ത്യൻ സിനിമാസ് ആർ ടേക്കിംഗ് ന്യൂ ഹൈറ്റ്സ്. ഓസ്കാർ അപ്രീസിയേഷൻ വരെ കിട്ടുന്നുണ്ട്. ആ സമയത്താണ് ഇജാതി പെട്ട തേങ്ങയും കൊണ്ട് വരുന്നത്. ആൻഡ് ഇതിന് അപ്രൂവൽ കൊടുക്കണം അവര്. നത്തിങ് മോർ ടു സേ, നത്തിങ് ലെസ് ടു സേ. ഒന്നും പറയാനില്ല, കൂടുതലും പറയാനില്ല, കുറവും പറയാനില്ല. അയ്യേ. ഇതിന് ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് കുറെ മുല്ലപ്പൂ വെച്ചിട്ട് വെള്ള സാരി ഉടുത്ത് നടന്നിട്ട് ശാലിനി, ഉണ്ണികൃഷ്ണൻ, ഉണ്ണിയപ്പ, മുറുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ കേരളത്തിലെ ആൾക്കാരാവോ? ആ ഒരു ബേസിക് ഹോംവർക്ക് പോലും ചെയ്യാൻ ഈ സിനിമയുടെ ആൾക്കാർ ചെയ്തിട്ടില്ല. പിന്നെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഇതല്ലാതെ പിന്നെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? And to the persons who trust this, you guys are so blind. You guys are so blind, so blind. So ഇവിടെ വന്നിട്ട് കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി എടുക്കുന്ന സിനിമാസ് നോക്കണം. മാസ്റ്റർ പീസസ്, അല്ലാതെ ഇതേപോലെ സ്റ്റുപ്പിഡിറ്റി അല്ല എടുത്തു വെക്കുന്നത്. കേരള സ്റ്റോറി 2 കൊണ്ടൊന്നും എനിക്ക് തോന്നില്ല നിൽക്കുന്നത്. ഇനി കേരള സ്റ്റോറി 3 വരും, കേരള സ്റ്റോറി 4 വരും, കേരള സ്റ്റോറി 5 വരും, കേരള സ്റ്റോറി N, ഏറ്റവും അവസാനത്തെ നമ്പർ വരെ കേരള സ്റ്റോറി ഇറങ്ങും. എന്തുകൊണ്ട് ഇത് കേരള സ്റ്റോറിക്ക് വരും വേറൊരു ടൈറ്റിൽ കൊടുക്കുന്നില്ല? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. വൈ കേരള? വൈ സച്ച് ഹേറ്റ് ടുവേർഡ്സ് കേരള? ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ എന്തെങ്കിലും മൂളയുള്ളവനോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ.